ഹലോ ബാക്കി എന്താ ബ്രോ? നമ്മുടെ ഗ്യാങ്സിന്റെ താഴെ കുട്ടൻ പി പി എന്നേ എന്ത് നമ്മള് പിറ്റിയുടെ കാര്യം പറയണേ. നമ്മളിങ്ങോട്ട് കണ്ണേമോൻ ചെയ്തില്ലല്ലോ, ഇറങ്ങിയിട്ടില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിലൊരാളെ ഗണ്ണേമ ചെയ്യോ അടിച്ചിടുക എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. ഇതൊന്നും അറിയാണ്ടാണ് മീറ്റിങ്ങിന് വരുന്നത്. സാർ അടി മേടിക്കാൻ മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ, ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. നമ്മളത് കണ്ടു, ഒരു വണ്ടി നമ്മുടെ ഗ്യാങ്സിൽ വന്ന് നമ്മുടെ അടുത്തത് ഓ ഇത് മറ്റേ പീഡിയത്തെ സാറല്ല. അയ്യോ പി കെ എസ് കുട്ടൻ പി പി അന്ന് വൈറ്റിലും വന്നെങ്കിലല്ലേ അതൊക്കെ അറിഞ്ഞിട്ട് മീറ്റിങ്ങിന് വരണ വെച്ചാൽ മീഡിയം കിങ്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വേറെ ആരും നടക്കുന്നുണ്ടോ നമുക്ക് വെബ്സൈറ്റിൽ നോക്കാം, അപ്പോഴവർക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് വെബ്സൈറ്റിൽ നോക്കാം. എടാ ഇത് എല്ലാവർക്കും ഇട്ടെടുക്കാൻ പോടെ ഗ്യാങ് ഡ്രസ്? ഇല്ല നിങ്ങളുടെ ഗ്യാങ് ഡ്രസ് ഇട്ടാണ് നമ്മുടെ ഗണ്ണയും ചെയ്തത്. നമ്മുടെ കൂട്ടത്തിന്ന് ഇവിടെ റേഡിയോ അങ്ങനെ പറഞ്ഞത്. ബാക്കി അടി കൊണ്ട് ദൂരി എന്നിട്ട് 2-3 പേരായിട്ട് പറഞ്ഞ. ബ്രോ അല്ലല്ല, ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ സോറി ബ്രോ, അത് ക്ലിയർ ആക്കി. ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിന് സോറി പറയുന്നത് ഭയങ്കര മോശമാണ്. പിറ്റിങ് തുടങ്ങി. പിറ്റിങ്ങിനകത്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഒന്ന് വണ്ടി നിർത്ത് ബ്രോ സംസാരിക്കാം? ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എന്തിനാ പിറ്റേണേ ബ്രോ എന്ന് പറയാ ചോദിച്ച്. അപ്പൊ അതില് വലിയ പിറ്റല്. അതില് വലിയ അപ്പൊ ഏത് വണ്ടി എടുത്താ ഞാൻ വന്നിട്ട് സംസാരിച്ചത് എന്തിനാ പിറ്റീന്ന് ചോദിച്ചപ്പോ നമ്മൾ ചോദിച്ചല്ലോ ബ്രോ എന്തിനാ പിറ്റേണേ, ബ്രോ എന്തിനാ പിറ്റേണേ. ഞാനായിട്ട് ചെന്ന് വണ്ടി നിർത്തി ഒരു വണ്ടി എടുത്ത് ചോദിച്ചു എന്തിനാ ബ്രോ പിറ്റ് ചെയ്യുന്നതെന്ന്. ഇറങ്ങി ചോദിച്ചില്ല. ഞാൻ ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പോലും ഇറങ്ങിയിട്ടില്ല. വണ്ടിക്കകത്ത് ഇരുന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന വളവിൽ പാലത്തിന്റെ അടുത്തൊരു വണ്ടി നിർത്തിയെടുത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ ബ്രോ പിറ്റ് ചെയ്യണേന്ന് ചോദിച്ചു. നമ്മൾ ചാറ്റിട്ട് ചോദിച്ചായിരുന്നു, അത് കണ്ടായിരുന്നു. ചാറ്റിട്ട് ചോദിക്കുകയും ചെയ്ത്. അതായിട്ട് ഞാനും വന്ന് ചോദിച്ചു, എല്ലാരും വന്ന് ചോദിച്ചല്ലോ. നിങ്ങളതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നമ്മ ചാറ്റ് റെസ്പോണ്ട് ചെയ്തില്ല, നമ്മ ഡയറക്റ്റ് റെസ്പോണ്ട് ചെയ്യാൻ നോക്കി. അപ്പൊ നിങ്ങൾ വണ്ടി നിർത്തിയില്ല. വിചാരിച്ചിട്ടാണ് നമ്മളതിന് ബ്രോ 2 വണ്ടി വളച്ചിട്ട് ചോദിച്ചു ബ്രോ എന്തിനാ ബ്രോ പിറ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു. റിപ്ലൈ തന്നില്ല. അതല്ലേ പറഞ്ഞ അപ്പൊ പിറ്റിന്റെ എണ്ണം കൂടി. കേക്കത്തില്ലാന്ന് വിചാരിച്ചിട്ടാണ് ചാറ്റ് വഴി നമ്മൾ ചോദിച്ചത്. നിങ്ങളിപ്പോ എത്ര പേരുണ്ട് നിങ്ങളെ റേഡിയോയിൽ? ഇപ്പൊ എത്ര പേരുണ്ട്? 17. ഓക്കെ, 17 പേര് വണ്ടി ഓടിക്കണ? ഇല്ല, 14 പേര് വേണം. 14 അല്ലല്ല 4 പേര് 4 പേര് വണ്ടി ഓടിക്കുന്നത്. ബാക്കി കൂടെ ഇരിക്കുന്നവർക്ക് ചാറ്റ് ഇടാവോ? നമ്മൾ ചാറ്റ് ഇട്ട ആരെങ്കിലും കണ്ട ബ്രോ? അവർക്കൊക്കെ വെറുതെ അറിയാണ്ടൊക്കെ വന്നിരിക്കണായിരിക്കുമല്ലോ ബ്രോ. അല്ല ചാരിടാനല്ല, അങ്ങനെയല്ല. ഇതെന്താ സംഭവം അടി പൊട്ടി നിങ്ങൾക്ക് ഇത്രയും കാഷ്വാലിറ്റീസ് വരുന്നതിന് മുന്നേ കണക്ട് റേഡിയോ ഇടായിരുന്നല്ലോ. അതാ ഞാൻ ചോദിക്കുന്നേ, എന്തുകൊണ്ട് അത് ഇട്ടില്ല? അതായത് റേഡിയോയിലുള്ളപ്പോ നമ്മളോട് പറഞ്ഞ പിറ്റി കട നമ്മുടെ ഗ്യാങ്സിന്റെ താഴെ പിറ്റി ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടീനെ പറഞ്ഞ് വിളിച്ച്. അതാണ് നമ്മള് പിന്നെ എല്ലാരും വണ്ടി എടുത്ത് ഓരോരുത്തർ വന്നേ. ഞാൻ എന്റെ വണ്ടി കൊണ്ട് നമ്മളെ ചോദിക്കുമ്പോ അവിടെ 5 വണ്ടി എന്റെ ഒറ്റ വണ്ടിയിലെ പിറ്റ് ചെയ്യാണ്. അത് പിന്നെ നിങ്ങളുടെ 4 വണ്ടി നമ്മുടെ ചെയ്യണം. എവിടെ ആ സിറ്റുവേഷൻ അവിടെ നിങ്ങളെ ഗ്യാങ്ടസ് ആണ് കണ്ടത്. അവർക്ക് നിങ്ങളല്ല എങ്കിലും നിങ്ങളുടെ ഗ്യാങ്ടസ് ആണ് കണ്ടത്. ആ വണ്ടി തിരിച്ച് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വന്നു. നമ്മുടെ ഗ്യാങ് ഹൗസിൽ നിന്ന് എന്റെ വണ്ടിയാണ് ഫസ്റ്റ് ഇറങ്ങണേ. ആ വണ്ടി അവിടെ വന്നിട്ട് 5 വണ്ടിയാണ് എന്റെ വണ്ടിയെ പിറ്റ് ചെയ്തത്. എന്നിട്ട് അതിലൊരു വണ്ടിയുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ബ്രോ പിറ്റ് ചെയ്യണ ഇഷ്യൂ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ടാണ് റെസ്പോണ്ട് ചെയ്യാണ്ട് വീണ്ടും കണ്ടിന്യൂസ്ലി എന്റെ വണ്ടിയിൽ വന്ന് പിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ബാക്കിയുള്ള വണ്ടികൾ വന്നിട്ട് അതിനെ പിറ്റ് ചെയ്തെന്ന് ഞാൻ കൊടുത്ത കോളിലാണ് തിരിച്ച് പിറ്റിങ് തുടങ്ങിയത്. ഇത്രയും ഇത് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര. അല്ല ബ്രോ, സിറ്റുവേഷൻ എടുത്ത പയ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിന് സിറ്റുവേഷൻ എടുത്ത പയ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല. അത് വിട്ടേക്കാം. അത് ഇനി ചിലപ്പോൾ വേറെ ആരെങ്കിലും ഗ്യാങ് സെറ്റ് വള്ളി എടുക്കുന്നതായിരിക്കും. അത് നമുക്ക് അല്ലാണ്ട് കൊടുക്കാം. എയിം ചെയ്ത കേസ് നമുക്ക് അറിയത്തില്ല. നമ്മൾ കാര്യമായിട്ട് പറഞ്ഞതാ.
ബാക്കി ഇന്നലെ ഓൾറെഡി JDA VV വാർ കഴിഞ്ഞതാണെന്ന് JDA വിളിച്ച് എൻഫോഴ്സസിന്റെ അടുത്ത് പറഞ്ഞെന്നാണ് പറയണത്. മീറ്റിംഗ് വിളിച്ച് എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് Cooldown എന്തോ ഇല്ലേ 3 ദിവസം? അറിയാലോ. ഏതാ ബ്രോ? മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിലേ ആ. കാഷ്വാലിറ്റീസ് ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതെ അതെ അതെ. ആ അപ്പൊ എങ്ങനെയാണ് മുമ്പോട്ട് ക്രിസ് പറ. അതാ ഞാൻ പറയുന്നത്, നമുക്ക് അറിയത്തില്ല, നമുക്ക് ഒരു വാറിൽ ഒരു ദിവസം അടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ വേറെ ഏതെങ്കിലും 12 മണിക്ക് ശേഷം എന്തെങ്കിലും അടിച്ചായിരുന്നു? അല്ല ഇവിടെ ഇനീഷ്യലും പ്രീ വാർ ഒന്നല്ലേ? അതെ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇനീഷ്യൽ ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രീ വാർ പോലെ അടിച്ചിട്ട് നാളേക്ക് വേണിച്ചടിക്കാം. നിങ്ങൾക്ക് വാർ അടിക്കാൻ പറ്റില്ല തന്നെ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു വാർ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നല്ലേ. നമുക്ക് വേറെ ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ ദിവസമാണ് പറയണത്. ഇന്നത്തെ ദിവസം നമ്മൾ വേറെ വാർ അടിച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ ദിവസമാണ് വാർ കഴിയണം നമ്മുടെ. അപ്പൊ നൈറ്റ് അങ്ങനെ ഇഷ്യൂ ഇല്ലല്ലേ? ഇല്ല എന്നാ വാർ അടിക്കാം. വിളിക്കുമ്പോ എന്തെങ്കിലും ഹോൾഡോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കണക്ട് റേഡിയോ ഇട്ടാൽ മതി. കണക്ട് റേഡിയോ ഇട്ട് നമുക്ക് പ്രീ വാർ ആണെങ്കിൽ പ്രീ വാർ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. നമുക്ക് റേഡിയോ കാണാം. റേഡിയോ കണക്ട് റേഡിയോ ഇട്ടാൽ മതി നമ്മുടെ അടുത്ത്. അല്ലെങ്കിൽ നമുക്കാണ് എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് റേഡിയോ. അപ്പൊ നിങ്ങൾ എന്തായാലും വിളിച്ചോ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തോ. ഓക്കെ അവര് വാറായിട്ട് പോട്ടെ.